رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا من سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين كفروا وماتوا وهم كفار أولئك عليهم لعنة الله والملائكة والناس أجمعين خالدين فيها لا يخفف عنهم العذاب ولا هم ينظرون. ബഹുമാന്യ സഹോദരങ്ങളെ, പരലോക ജീവിതത്തിലെ വ്യത്യസ്തമായ അനുഭവങ്ങളും പരീക്ഷണങ്ങളുമാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം മനസ്സിലാക്കിയിട്ടുള്ളത്. സ്വർഗത്തിലേക്കും നരകത്തിലേക്കുമുള്ള വിഭാഗങ്ങളെ വേർതിരിക്കപ്പെടുകയും സ്വർഗാർഹരായ ആളുകൾ നരകത്തിൻ്റെ മുകളിൽ സ്ഥാപിച്ച സിറാത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രകാശത്തിന് അനുസൃതമായി കർമ്മങ്ങൾക്കനുസൃതമായി കടന്നു പോകുന്നു. പാപികളായ വിശ്വാസികളും സത്യനിഷേധികളായ ജനങ്ങളും നരകത്തിലാണ്. അള്ളാഹുവിൽ നിന്ന് പാപമോചനം ലഭിക്കാത്ത ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിശ്വാസികളും നരകത്തിൽ ചെന്ന് പതിക്കുന്നു. എന്താണ് നരകം? ആ നരകത്തിൻ്റെ അവസ്ഥകൾ എന്തൊക്കെയാണ്? നമ്മുടെ ഭാവനകൾക്കും സങ്കല്പങ്ങൾക്കും അതീതമായ ഒരു ലോകമാണ് നരകം. സാധാരണഗതിയിൽ നമ്മുടെ സംസാരങ്ങളിലൊക്കെ തന്നെ നാം ഉപയോഗിക്കാറുണ്ട്, വല്ലാത്തൊരു നരക ജീവിതമാണിത്. മനുഷ്യൻ ഇവിടെ ഏറെ പ്രയാസപ്പെടുകയും നിരന്തരമായി പരീക്ഷണത്തിന് വിധേയമാവുകയും ചെയ്യുന്ന ദുരന്തപൂർണമായ ഒരു ജീവിതത്തെക്കുറിച്ചാണ് നമ്മളങ്ങനെ പ്രയോഗിക്കാറുള്ളത്. ഭൗതിക ലോകത്ത് നാം അനുഭവിക്കുന്ന ഏറ്റവും പ്രയാസകരമായൊരവസ്ഥയെ സംബന്ധിച്ചാണ് വല്ലാത്തൊരു ജീവിതം, എന്തൊരു നരകം എന്നൊക്കെ പറയാറുള്ളത്. സഹിക്കാനും താങ്ങാനും കഴിയുന്നതിൻ്റെ അപ്പുറമുള്ള പ്രയാസത്തെയാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്നാൽ അത്തരത്തിലുള്ള എല്ലാ സങ്കല്പങ്ങളെക്കാളും അതീതമായ ആളുകളുടെ കർമ്മങ്ങളുടെയും വിശ്വാസത്തിൻ്റെയും അവസ്ഥകൾക്കനുസരിച്ച് അനുഭവിക്കേണ്ടി വരുന്ന വളരെ കടുത്ത ശിക്ഷയുടെ ഒരു ലോകമാണ് നരകം. ആ നരകത്തിൻ്റെ വിവിധ അവസ്ഥകളെ സംബന്ധിച്ച് അവിടെ അനുഭവിക്കുന്ന ആളുകളുടെ വേദനയേറിയ ജീവിതത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലും നമുക്ക് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ തന്നെയും ആ ശിക്ഷയുടെ ചില ഭാഗങ്ങൾ മാത്രമാണ്. അതും നമ്മുടെ മനസ്സുകൾക്ക് ഉൾക്കൊള്ളാവുന്ന ശൈലിയിലാണ് ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുള്ളത്. അതിനേക്കാൾ അപ്പുറമായിരിക്കും നരകമെന്ന് നമുക്കിതിൽ നിന്നൊക്കെ ഊഹിക്കാൻ കഴിയുന്നു. ഇങ്ങനെ ശിക്ഷയുടെ ഒരു ലോകം, അർഹിക്കുന്ന ആളുകൾക്ക് അർഹമായ വിധത്തിൽ കുറ്റമറ്റ വിചാരണയ്ക്ക് ശേഷം ശിക്ഷ നൽകുവാൻ വേണ്ടി അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള വിശാലമായ ഒരു ലോകമാണത്. ആ നരകത്തിൻ്റെ വലിപ്പം തന്നെ നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നില്ല.
കാരണം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ലോകത്തെ അവസാനത്തെ മനുഷ്യൻ വരെയുള്ളവരിൽ വലിയ ഒരു വിഭാഗം ആളുകൾ സത്യനിഷേധികളായിരിക്കും, പാപികളായിരിക്കും, ശിക്ഷക്കർഹരായിരിക്കും. ഈ ജനതയെല്ലാം ഉൾക്കൊള്ളാൻ വലിപ്പമുള്ള വിശാലമായ ഒരു സൃഷ്ടിയാണ് നരകം. മനുഷ്യർ മാത്രമല്ല നരകത്തിലുള്ളത്. ഇവിടെ സ്വാതന്ത്ര്യം നൽകപ്പെട്ട മറ്റൊരു സൃഷ്ടി വിഭാഗമാണ് ജിന്നുവർഗം. അവരിലും ഇബ്ലീസും അവനെ പിന്തുടർന്നിട്ടുള്ള ആളുകളുമുണ്ട്. അങ്ങനെ തിന്മയുടെ ആളുകൾ, ശിക്ഷക്കർഹരായ ആളുകൾ നരകത്തിലെത്തിച്ചേരുന്നവരിൽ ജിന്നുവർഗത്തിൽപ്പെട്ടവരുമുണ്ട്. ഇവയെല്ലാം ഉൾക്കൊള്ളാൻ മാത്രം വിശാലമായ ഒരു ലോകം, അതാണ് നരകത്തെക്കുറിച്ച് ഖുർആൻ നമുക്ക് നൽകുന്ന ചിത്രം. ആ നരകത്തെ കൊണ്ടുവരുന്നത് സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് വജീഅ യൗമഇദിൻ ബിജഹന്നം, അന്ത്യനാളിൽ നരകത്തെ കൊണ്ടുവരുന്നു. അത് 70,000 മലക്കുകൾ 70,000 ചങ്ങലകളിൽ ബന്ധിച്ചുകൊണ്ടാണ് ആ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്നത്. നരകത്തിന് 70,000 ചങ്ങലകളുണ്ട്. ഓരോ ചങ്ങലയിലും 70,000 മലക്കുകളുമുണ്ട്. മലക്കുകൾ ഈ ലോകത്തെ മനുഷ്യരെ പോലെ ചെറിയ സൃഷ്ടിയല്ല, വളരെ വലിയ വലിയ സൃഷ്ടികളാണ് മലക്കുകൾ. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ തീർത്തും അനുസരിക്കുകയും നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യുന്ന വലിയ ഒരു സൃഷ്ടി വിഭാഗമാണ് മാലാഖമാരെന്ന് പറയുന്നത്. ആകാശലോകത്താണ് അവർക്കുള്ള ആവാസം അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. നിരവധി ഡ്യൂട്ടികൾ അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ട്. അതിൽ നരകത്തിൻ്റെ കാവൽക്കാരായിക്കൊണ്ട് മലക്കുകളെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അവരുടെ നേതാവായിക്കൊണ്ട് മാലിക് എന്ന് പറയുന്ന മലക്കിനെ വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ പ്രത്യേക സംവിധാനത്തോടുകൂടെ അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ മാത്രം നിർദ്ദേശിക്കപ്പെട്ട ഒരു സൃഷ്ടി വിഭാഗമാണ് മാലാഖകൾ. ആ മലക്കുകളാണ് ഈ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്നത്. ആ നരകത്തിൽ നിന്ന് തീപ്പൊരികൾ പറക്കുന്നത് പോലും ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ നിന്നുള്ള തീപ്പൊരികൾ കണ്ടാൽ വലിയ സൗധങ്ങൾ പോലെ, ഒട്ടകക്കൂട്ടങ്ങൾ പോലെയുള്ള തീപ്പൊരികളാണ് അതിൽ നിന്ന് പറന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ആ നരകത്തെ വലിച്ചുകൊണ്ട് വരുമ്പോൾ അതിൻ്റെ ഇരമ്പലുകൾ വിദൂരങ്ങളിൽ നിന്ന് കേൾക്കാൻ സാധിക്കുന്നതാണ് എന്ന് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അത്രയും നരകത്തിൻ്റെ ഗൗരവത്തെ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നു എന്നർത്ഥം. ആ നരകത്തിൻ്റെ കഠിനമായ ചൂട് ഖുർആൻ ഒറ്റ വാക്കിലൂടെ നമുക്ക് പരിചയപ്പെടുത്തിയത് നാറു ജഹന്നമ അശദ്ദു ഹർറാ, നരകത്തിൻ്റെ തീ ഏറ്റവും കടുത്ത ചൂടുള്ളതാണ് എന്ന്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നരകത്തിൻ്റെ ചൂട് ഒന്ന് കൃത്യമായി നമുക്ക് വരച്ചു തരുന്ന ഒരു ചിത്രമുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഈ ഭൗതിക ലോകത്തുള്ള സർവത്ര അഗ്നിയും സമാഹരിച്ചാൽ നരകച്ചൂടിൻ്റെ 70-ൽ ഒരംശം മാത്രമേ ആവുകയുള്ളൂ. അത് കേട്ടപ്പോൾ സഹാബത്ത് പറഞ്ഞു, ഇൻ അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അങ്ങനെയാണെങ്കിൽ ലക്കാഫിയ, ആ 1% ചൂട് തന്നെ മതിയായതാണല്ലോ. കാരണം ഈ ഭൗതിക ലോകത്തെ തീ തന്നെ മനുഷ്യനെ കരിക്കുവാൻ മതിയായതാണ്. അത് സഹിക്കാൻ മനുഷ്യന് സാധ്യമല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിനേക്കാളേറെ 79 ഇരട്ടി ചൂട് വർദ്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ ചൂടുള്ള നരകത്തിലാണ് മനുഷ്യരും ജിന്നുകളും തെറ്റ് ചെയ്ത ആളുകൾ ശിക്ഷിക്കപ്പെടുന്നത് എന്ന്. അപ്പോൾ അതിൻ്റെ ചൂടിൻ്റെ ആധിക്യം എത്രമാത്രമാണ് എന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ല എന്നർത്ഥം. അത്രമാത്രം കഠിനമായ ചൂടുള്ള, ശിക്ഷയുടെ വിവിധങ്ങളായ രൂപങ്ങൾ സംവിധാനിച്ചിട്ടുള്ള ഒരു ലോകമാണ് ആ നരകം. ആ നരകത്തിലേക്ക് എത്തുന്ന മനുഷ്യരുടെ ശരീരം ഇന്നീ കാണുന്ന ശരീരമല്ല. ഓരോ ആളുകളുടെയും തിന്മകൾക്കനുസരിച്ച് ശിക്ഷ അനുഭവിക്കുവാൻ മാത്രം ശരീരത്തിന് വലിപ്പം നൽകപ്പെടുന്നുണ്ട്.
ചില ആളുകളുടെ വലിപ്പം വലിയ പർവ്വതങ്ങളെക്കാൾ വലുതായിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ശിക്ഷ അനുഭവിക്കുന്ന ചിലരുടെ വലിപ്പം നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് മാ ബൈന മങ്കിബയിൽ കാഫിരി ഫിന്നാരി മസീറത്തു സലാസത്തി അയ്യാം ലിറാക്കിബിൽ മുസ്രി. അതിവേഗം യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി 3 ദിനം യാത്ര ചെയ്യുമ്പോൾ എത്ര വിദൂരമാണോ ഉള്ളത്, ആ ദൂരം അകലം സത്യനിഷേധിയുടെ ചുമലുകൾ തമ്മിലുള്ള അകലമുണ്ടാകും എന്നാണ്. ഒരു നിഷേധിയുടെ ഒരു ചുമലിൽ നിന്ന് മറ്റൊരു ചുമലിലേക്ക് യാത്ര ചെയ്യുവാൻ 3 ദിവസക്കാലം അനിവാര്യമായും വേണ്ടിവരും എന്നാണ്. അത്രയും വലിപ്പം അവൻ്റെ 2 ചുമലുകൾക്കിടയിലുള്ള അകലമുണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെ ശരീരം എത്രമാത്രം വലിപ്പമുണ്ടായിരിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ബോധ്യപ്പെടുത്തുന്നത്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ചിലരുടെ അണപ്പല്ല് ഉഹദ് മലയോളം വലിപ്പമുണ്ടായിരിക്കുമെന്നാണ്. മദീനയിലും അതേപോലെ അറബ് രാജ്യങ്ങളിലുമൊക്കെ ഒരു വലിയ പർവ്വതം എന്ന് സമാനമായി ഉപമിക്കുന്ന വാക്കാണ് ഉഹദ് മലയോളം വലിപ്പമുള്ളത് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മൾ പറയാറുണ്ടല്ലോ, ഹിമാലയ പർവ്വതത്തെ പോലെ വലിപ്പമുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ പരിസരത്തുള്ള ഏതെങ്കിലും ഒരു മലയെ ഉപമിച്ചുകൊണ്ട് പറയാറുണ്ട്. ഇതേപോലെയാണ് ഉഹദ് പർവ്വതത്തോളം വലിപ്പമുള്ള ഒരു പല്ല് അവനുണ്ടാകുമെന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ്റെ വലിപ്പം, അവൻ്റെ മുഖത്തിൻ്റെ വലിപ്പം, ശരീരത്തിൻ്റെ വലിപ്പം എത്രയായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നരകശിക്ഷ അനുഭവിക്കുന്ന ആളുകൾക്ക് ആ ശിക്ഷ അനുഭവിക്കുവാൻ മതിയായത്ര ശരീര വലിപ്പം അവിടെ നൽകപ്പെടുന്നു എന്നർത്ഥം. ഓരോ ആളുകളുടെയും വിശ്വാസത്തിൽ വന്നിട്ടുള്ള കളങ്കം, കർമ്മത്തിൽ വന്നിട്ടുള്ള തിന്മകൾ, ഇതെല്ലാം അനുഭവിക്കുവാൻ മതിയായത്ര ശരീരം അവർക്ക് നൽകുകയും ചെയ്യും. ആ രൂപത്തിലാണ് അവർക്കുള്ള ശിക്ഷ അനുഭവിക്കുന്നത്. ശിക്ഷ അനുഭവിക്കുവാൻ ഈ ശരീരത്തിനനുസരിച്ചുകൊണ്ട് ചർമ്മത്തെയും അള്ളാഹു നൽകിക്കൊണ്ടിരിക്കും. ചർമ്മത്തെക്കുറിച്ച് ഒരു സന്ദർഭം പറഞ്ഞത് എത്രയോ മുഴം ആ ചർമ്മത്തെ ഇരട്ടിയായി വർദ്ധിപ്പിച്ചു കൊടുക്കും. കുല്ലമാ നളിജത്ത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. ശരീരത്തിലെ ചർമ്മങ്ങളെല്ലാം ശിക്ഷ അനുഭവിച്ച് കരിഞ്ഞു തീരുന്നുകൊണ്ടിരിക്കുമ്പോൾ ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, വീണ്ടും ചർമ്മങ്ങൾ അവന് പകരം നാം നൽകിക്കൊണ്ടിരിക്കും. ലിയദൂഖുൽ അദാബ്, അള്ളാഹുവിൻ്റെ ശിക്ഷ അനുഭവിക്കുവാൻ വേണ്ടി പുതിയ പുതിയ ചർമ്മങ്ങൾ അവന് വീണ്ടും നൽകിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ശിക്ഷ അവൻ ആവർത്തിച്ചനുഭവിച്ചു കൊണ്ടേയിരിക്കുമെന്നാണ്. ഇങ്ങനെയുള്ള ഒരവസ്ഥയാണ് നരകത്തിലെ ആളുകളുടെ ശരീരത്തിനുണ്ടാകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു ആ നരകത്തിലെത്തുന്ന ആളുകൾക്കുള്ള ശിക്ഷകളുടെ വൈവിധ്യത്തെ സംബന്ധിച്ച്. ചില ആളുകൾ അവരുടെ കാൽപാദങ്ങൾ മാത്രമാണ് നരകത്തിലുള്ളത്. മറ്റു ചിലരുടേത് ഞെരിയാണി വരെ നരകത്തിൽ ആപതിച്ചിരിക്കുന്നു. മറ്റൊരു വിഭാഗം ആളുകളുടെ കാൽമുട്ട് വരെ നരകത്തിലാണുള്ളത്. ചിലർ അരവരെയുണ്ട്. ചില ആളുകൾ അവൻ്റെ കഴുത്തുവരെയും നരകത്തിലാണുള്ളത്. ഇങ്ങനെ ഓരോ ആളുകളുടെയും പാപത്തിൻ്റെ തോതനുസരിച്ചുകൊണ്ട്, തിന്മയുടെ കാഠിന്യമനുസരിച്ചുകൊണ്ട് ശിക്ഷയുടെ രൂപങ്ങളും വ്യത്യസ്തമാണ്. അതിൽ ഏറ്റവും ലളിതമായ ശിക്ഷ നരകത്തിൽ ലഭിക്കുന്ന വ്യക്തിയെ അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പരിചയപ്പെടുത്തിയത് 2 കാൽപാദങ്ങൾക്കടിയിൽ നരകത്തിലെ 2 തീക്കനകൾ വെച്ചു കൊടുക്കുന്ന വ്യക്തിയാണെന്നാണ്. അതാണ് നരകശിക്ഷ അനുഭവിക്കുന്ന ആളുകളിൽ ഏറ്റവും ലളിതമായ ശിക്ഷ ലഭിക്കുന്ന വ്യക്തി. യഗ്ലി മിൻഹുമാ ദിമാഉഹു, ആ 2 കനലുകൾ അവൻ്റെ കാൽപാദത്തിൽ വെച്ച കാരണത്താൽ തലച്ചോറ് തിളച്ചുകൊണ്ടിരിക്കും. അടുപ്പത്ത് വെച്ച വെള്ളം തിളക്കുന്നത് പോലെ കാലിൻ്റെ അടിയിൽ വെച്ച ആ തീക്കനലിൻ്റെ ചൂട് കൊണ്ട് അവൻ്റെ തലച്ചോറ് തിളച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. അതായിരിക്കും ഏറ്റവും ലളിതമായ ശിക്ഷ ലഭിക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥ. അതിൽ ഒരാൾ നമുക്ക് പരിചയപ്പെടുത്തിയത് അബൂ താലിബിനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ അബൂ താലിബ് പ്രവാചകത്വം അംഗീകരിക്കുകയോ പ്രവാചകനോടൊപ്പം സത്യവിശ്വാസം സ്വീകരിക്കുകയോ ചെയ്യാതിരുന്നു. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
ഏറ്റവും വലിയ സംരക്ഷകനായി സഹായിയായി കൊണ്ട് ഒരുമിച്ച് കഴിയുകയും ചെയ്തു. സമൂഹത്തിൻ്റെ എല്ലാ എതിർപ്പുകളും വന്ന ഘട്ടത്തിൽ മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യമാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചപ്പോൾ സമൂഹത്തിലെ നേതാക്കളായ ഖുറൈശി വംശം അങ്ങേയറ്റം എതിർപ്പ് പ്രകടിപ്പിച്ചു. ആ ഖുറൈശികളിൽ നിന്ന് നേതാക്കളെല്ലാം എതിർപക്ഷത്ത് അണിനിരന്നപ്പോൾ ഖുറൈശി നേതാവായ അബൂ താലിബ് പ്രവാചകൻ്റെ സംരക്ഷകനായി ഒപ്പം നിന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വം നഷ്ടപ്പെട്ടു, അധികാരം നഷ്ടപ്പെട്ടു. സമൂഹത്തിൽ സമാദരണീയനായി അറിയപ്പെട്ട ആ വ്യക്തി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അവസാനം പ്രവാചകനെയും കുടുംബത്തെയും തീർത്തും ബഹിഷ്കരണം പ്രഖ്യാപിച്ചപ്പോൾ അബൂ താലിബിനെയും കുടുംബത്തെയും അവർ ബഹിഷ്കരിച്ചു. അവസാന നിമിഷം പോലും അബൂ താലിബ് പ്രവാചകൻ്റെ സംരക്ഷണം നിർവഹിച്ചുകൊണ്ടേയിരുന്നു. ഏത് സമയത്തും പ്രവാചകൻ വധിക്കപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ അബൂ താലിബിൻ്റെ സംരക്ഷണമായിരുന്നു ആ സന്ദർഭത്തിലെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. സമൂഹത്തിൽ നിന്ന് ബഹിഷ്കൃതരായി 3 വർഷക്കാലം മക്കയിലെ മലഞ്ചെരുവിലേക്ക് മാറി താമസിച്ചു. നാട്ടിൽ നിന്ന് ഭക്ഷ്യപദാർത്ഥങ്ങൾ വാങ്ങാൻ പോലും സാധ്യമല്ലാത്ത രീതിയിൽ വിലക്കേർപ്പെടുത്തിയതുകൊണ്ട് മരത്തിൻ്റെ ഇലകൾ ഭക്ഷിച്ചുകൊണ്ട് പലപ്പോഴും കഴിയേണ്ടി വന്നു. ആ ബഹിഷ്കരണം 3 വർഷം കഴിഞ്ഞാണ് പിൻവലിച്ചത്. അത് കഴിഞ്ഞ് പുറത്തു വന്നപ്പോഴേക്കും അബൂ താലിബ് തീർത്തും അവശനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹധർമ്മിണി ഖദീജ റളിയല്ലാഹു അൻഹയും രോഗശയ്യയിലായി. 2 പേരും ആഴ്ചകൾക്കുള്ളിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. ആ വിട പറയുന്നതിൻ്റെ അവസാനത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിൻ്റെ അടുക്കൽ വന്നിരുന്നു കൊണ്ട് പറഞ്ഞു, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമതൻ ഉഹാജു ലക ബിഹാ ഇൻദല്ലാഹ്. പിതൃവരെ അങ്ങ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കൂ, അള്ളാഹുവിൻ്റെ അടുക്കൽ താങ്കൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ സന്ദർഭത്തിൽ മക്കയിലെ നേതാക്കൾ പ്രവാചകൻ്റെ സമീപത്തുണ്ട്. അവർ അബൂ താലിബിനോട് ചോദിച്ചു, അവസാനം പാരമ്പര്യ മതം കൈയൊഴിക്കുകയാണോ, അബ്ദുമനാഫിൻ്റെ പാരമ്പര്യം തള്ളിപ്പറയുകയാണോ എന്ന്. ആ സന്ദർഭത്തിൽ അബൂ താലിബ് പറഞ്ഞു, വലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയതി ദീന. മുഹമ്മദിൻ്റെ മതം അത് ഏറ്റവും നല്ല മതമാണ് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഇത്രയും കാലം നമ്മുടെ പാരമ്പര്യത്തിൽ ജീവിച്ചിട്ട് അവസാനം ഈ പാരമ്പര്യത്തിൽ നിന്ന് ഞാൻ പിന്മാറുന്നില്ല. അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് വേദനയോടുകൂടെ പുറത്തേക്ക് ഇറങ്ങി വന്നു. കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഖുർആനിൻ്റെ ആയത്ത് ഓതി കേൾപ്പിച്ചു. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. തീർച്ചയായും താങ്കൾ ആഗ്രഹിച്ച ഇഷ്ടപ്പെട്ട ആളുകളെ സന്മാർഗത്തിലാക്കാൻ താങ്കൾക്ക് കഴിയില്ല. സന്മാർഗം സ്വീകരിക്കുന്നവരാരാണ്, അത് തിരഞ്ഞെടുക്കുന്നവരാണ്, അല്ലാത്തവരാരാണ്, അതെല്ലാം അറിയുന്ന റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിലാക്കുന്നു. ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള ആയത്ത് ഈ പശ്ചാത്തലത്തിലാണ് അവതരിച്ചിട്ടുള്ളത്. ആ അബൂ താലിബ് ഇത്രമാത്രം പ്രവാചകൻ്റെ സംരക്ഷണം നിർവഹിച്ചു. അതെന്തിനു വേണ്ടിയാണ്? കുടുംബത്തിന് വേണ്ടിയാണ്, തൻ്റെ ഗോത്രത്തിന് വേണ്ടിയാണ്, ഇസ്ലാമിന് വേണ്ടിയും പരലോകത്ത് സ്വർഗം കിട്ടുവാൻ വേണ്ടിയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അബൂ താലിബിന് പരലോകത്ത് ലഭിക്കുന്നത് ശാശ്വതമായ നരകം, ഏറ്റവും കുറഞ്ഞ ശിക്ഷ. ആ ലഭിക്കുന്ന അബൂ താലിബിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തുന്നത്, ഈ കുറഞ്ഞ ശിക്ഷ ലഭിക്കുമ്പോൾ അവരുടെ തലച്ചോറ് തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കും എന്നാണ്. ഇതിൽ നിന്നെല്ലാം നമുക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നരകത്തിലെ ശിക്ഷയുടെ അനുഭവം എന്തായിരിക്കുമെന്ന്, എത്ര കഠിനമായിരിക്കും, എത്ര പ്രയാസകരമായിരിക്കുമെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ സൂചിപ്പിക്കുന്നത്, ഏറ്റവും പ്രയാസകരമായ ശിക്ഷയുടെ വൈവിധ്യമാർന്ന രൂപങ്ങൾ സംവിധാനിച്ചിട്ടുള്ള, വിട്ടുവീഴ്ചയില്ലാത്ത റബ്ബിൻ്റെ വിധി നടപ്പിലാക്കപ്പെടുന്ന ആ നരകശിക്ഷയെ സംബന്ധിച്ച് വളരെ കൃത്യമായും ഖുർആൻ നമുക്ക് വിവരിച്ചു തരുമ്പോൾ നമ്മളത് ഗൗരവപൂർവ്വം ഉൾക്കൊള്ളുകയും അതിൽ നിന്ന് മോചനത്തിന് വേണ്ടി റബ്ബിനോട് അങ്ങേയറ്റം നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു,
ഈ നരകശിക്ഷ അനുഭവിക്കുന്ന ആളുകൾക്ക് വിവിധങ്ങളായ ശിക്ഷയുടെ രീതികൾ അവിടെ നടപ്പിലാക്കപ്പെടുന്നുണ്ട്. അവരനുഭവിക്കുന്നത് വെറും നരകത്തീയിൻ്റെ ശിക്ഷ മാത്രമല്ല, മറിച്ച് വിവിധങ്ങളായ രീതിയിലുള്ള ശിക്ഷകളാണ് അവിടെ നടപ്പിലാക്കപ്പെടുന്നത്. നരകത്തിൻ്റെ കാഠിന്യത്തെക്കുറിച്ച് പറഞ്ഞു, അവിടെയുള്ള ഇന്ധനത്തെക്കുറിച്ച് പറഞ്ഞു. എന്താണ് നരകത്തിലെ ഇന്ധനം? ഖുർആൻ പറയുന്നു, വഖൂദുഹന്നാസു വൽ ഹിജാറ. വഖൂദുഹന്നാസു വൽ ഹിജാറ, നരകത്തിൽ കത്തിക്കരിയുന്ന വിറക് മനുഷ്യരും, വൽ ഹിജാറ കല്ലുകളുമാണ്. സാധാരണ കല്ലാണ് നമ്മൾ അടുപ്പ് ഉണ്ടാക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ആ കല്ല് പോലും, പാറക്കല്ല് പോലും അതിൽ കത്തിജ്വലിച്ചു പോകും, കത്തിക്കരിഞ്ഞു പോകുമെന്ന് പറയുമ്പോൾ എന്തുമാത്രമായിരിക്കും നരകത്തിൻ്റെ ചൂട് എന്നുള്ളത് ആ ഒരു വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട്. അവിടെ കഴിക്കുവാൻ വേണ്ടി ആളുകൾ വിശന്നുകൊണ്ട് കഴിക്കുവാൻ ആഹാരം ചോദിക്കുന്നുണ്ട്. ദാഹിച്ച് അവശരാകുന്ന ആളുകൾ വെള്ളം ചോദിക്കുന്നുണ്ട്. അവിടെ അത്തരം ചോദിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന വെള്ളമോ കഴിക്കാൻ ലഭിക്കുന്ന ആഹാരങ്ങളോ ഒന്നും തന്നെ ജീവിതത്തിൻ്റെ വിശപ്പ് പരിഹരിക്കുവാനുള്ളതല്ല, ദാഹം പരിഹരിക്കുവാനുള്ളതല്ല. അവയും ശിക്ഷയുടെ ഭാഗമായിട്ടാണ് നൽകപ്പെടുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിലൂടെ നമ്മോട് പറയുന്നു. അവിടെ കഴിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഭക്ഷ്യപദാർത്ഥമാണ് ദ്വരിയ. മിക്കവാറും വെള്ളിയാഴ്ച ദിനം ജുമഅയിൽ ആ സൂറത്ത് നമ്മൾ പാരായണം ചെയ്ത് കേൾപ്പിക്കുന്നുണ്ടല്ലോ. നരകത്തിലെത്തുന്ന ചില ആളുകളെ സംബന്ധിച്ച് ഹൽ അതാക ഹദീസുൽ ഗാശിയ, നരകത്തിലെത്തുന്ന ചില ആളുകളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ വർത്തമാനം നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അവിടെ അവർക്ക് നൽകുന്ന ഭക്ഷ്യപദാർത്ഥമാണ് ദ്വരീഅ. എന്നിട്ട് അല്ലാഹ് പറയുന്നു, ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഅ്, അത് ശരീരത്തിന് യാതൊരു പോഷണവും നൽകുന്നില്ല, വിശപ്പിനൊരു പരിഹാരവും നൽകുന്നില്ല. അങ്ങനെയുള്ള ദ്വരീഅാണ് അവർക്കവിടെ കഴിക്കാൻ കൊടുക്കുന്ന ഒന്ന്. അത്യധികം കയ്പുള്ള ഒരു തരം ഭക്ഷ്യപദാർത്ഥമാണത്. മറ്റൊന്ന് അവിടെ കൊടുക്കുന്നത് സഖൂം എന്ന് പറയുന്ന നരകത്തിൽ തന്നെ ഉള്ള ഒരു വൃക്ഷമാണ്. ആ വൃക്ഷത്തിൻ്റെ ആഹാര പദാർത്ഥമാണ് അവർക്ക് നൽകുന്നത്. അതാണെങ്കിലോ ഒരിക്കലും കഴിക്കാൻ സാധിക്കുന്ന ഭക്ഷ്യപദാർത്ഥമല്ല. അവിടെ കുടിക്കാൻ കൊടുക്കുന്ന വിവിധങ്ങളായ ജലാശയങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതൊന്നും തണുപ്പേകുന്ന, മനുഷ്യൻ്റെ ദാഹത്തിന് ശമനം നൽകുന്നതല്ല. ഒന്ന് നൽകുന്നത് മാ ഉൻ ഹമീമാണ്, അത്യധികം കഠിനമായ ചൂടനുഭവിക്കുന്ന വെള്ളമാണ് നൽകുന്നത്. വസുഖൂ മാഅൻ ഹമീമ ഫഖത്തഅ അംആഅഹും, ദാഹിച്ച് വിഷമിക്കുന്ന മനുഷ്യർ വെള്ളം കിട്ടുമ്പോൾ കുടിക്കാൻ ശ്രമിക്കും. അപ്പോൾ അവർക്ക് നൽകുന്ന വെള്ളമാണ് മാ ഉൻ ഹമീം, അത്യധികം കഠിന ചൂടുള്ള വെള്ളം. ആ വെള്ളം കുടിക്കുമ്പോഴേക്കും ഫഖത്തഅ അംആഅഹും, കുടലെല്ലാം മുറിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. വെള്ളവും സാധാരണഗതിയിൽ മനുഷ്യന് ചൂടിന് ആശ്വാസം നൽകാനുള്ളതാണ് വെള്ളം. അവർക്ക് ലഭിക്കുന്ന വെള്ളമോ അത് ശിക്ഷയുടെ ഭാഗമായിട്ടുള്ള വെള്ളമാണ് ലഭിക്കുന്നത്. അതേപോലെ അവർക്ക് മുകളിൽ നിഴല് നൽകുന്നുണ്ട്. ആ നിഴല് നൽകുന്നതും സമൂം എന്നാണ് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങേറ്റത്തെ കരിമ്പുകയുള്ള യഹ്മൂമായിട്ടുള്ള പൊടിപടലവും പുകപടലവുമാണ് അവർക്ക് മുകളിൽ പൊങ്ങി നിൽക്കുന്നത്. ആ പുകപടലം തന്നെയും കടുത്ത ചൂടനുഭവിക്കുന്ന രീതിയിലായിരിക്കും. ശരീരത്തിലേക്ക് തുളച്ചു കയറുന്ന അത്യുഷ്ണമുള്ള കാറ്റാണ് അവിടെ അടിച്ചു വീശുന്നത്. അതാണ് സമൂം. സാധാരണഗതിയിൽ അത്യധികം ചൂടനുഭവിക്കുമ്പോൾ ആശ്വാസത്തിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതാണ് വായു, വെള്ളം, നിഴല്. ഇത് മൂന്നും പരലോകത്ത് അവർക്ക് നരകത്തിലെ ആളുകൾക്ക് ലഭിക്കുന്നത് ശിക്ഷയുടെ ഭാഗമായിട്ടാണെന്നർത്ഥം. മുകളിൽ കരിമ്പുക നിറഞ്ഞു നിൽക്കുന്നു, അത്യധികം ചൂടേറിയ കാറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. കുടിച്ചാൽ എല്ലാം കത്തിക്കരിയുകയും എല്ലാം മുറിഞ്ഞു പോവുകയും ചെയ്യുന്ന വെള്ളമാണ് കുടിക്കാൻ കൊടുക്കുന്നത്. അതിൻ്റെ പുറമെ അവർക്ക് ദാഹിച്ച് വിഷമിച്ച് വെള്ളത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ യുസബ്ബു മിൻ ഫൗഖി റൂസിഹിം, അവരുടെ തലമുകളിലൂടെ ഒഴിച്ചു കൊടുക്കും. അതും ഈ മാ ഉൽ ഹമീമാണ്, അത്യധികം കഠിനമായ ചൂടുള്ള വെള്ളമാണ് അവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ യുസ്ഹറു ബിഹി മാ ഫീ ബുത്തൂനിഹിം വൽ ജുലൂദ്, ചർമ്മങ്ങളും
ഉദരങ്ങളിലുള്ളതുമെല്ലാം ആ വെള്ളം ഒഴിച്ച് ശരീരത്തിൽ എത്തുമ്പോഴേക്കും ഉരുകി ഒഴിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നീട് അവർ ചോദിക്കുമ്പോൾ വെള്ളം കൊടുക്കുന്നുണ്ട്. ഏതാണ് ആ വെള്ളം? വെള്ളിയാഴ്ച തോറും നാം സൂറത്തുൽ കഹ്ഫിൽ ഓതുമ്പോൾ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും, അല്ലാഹുവിൽ നിന്നുള്ള സത്യമാണ് ഈ സന്ദേശം. ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ, ഉദ്ദേശിക്കുന്നവർക്ക് ഇത് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് ഇത് തള്ളിക്കളയാം. പക്ഷേ ഓർക്കണം, തള്ളിക്കളയുന്നവർ ഓർത്തിരിക്കണം, ഇന്നാ അഅ്തദ്നാ ലിൽളാലിമീന നാറാ അഹാത ബിഹിം സുറാദിഖുഹാ, ഈ തള്ളിക്കളയുന്ന നിഷേധികൾക്ക് വേണ്ടി നാം ഒരുക്കി വെച്ചിട്ടുള്ളത് നരകമാണ്. ആ നരകത്തിൻ്റെ മേൽക്കൂര പൂർണ്ണമായും അവിടെ സംവിധാനിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്ന് പുറത്തു കടക്കുവാൻ, രക്ഷപ്പെടാൻ ഒരു മാർഗവുമുണ്ടായിരിക്കില്ല. അവരങ്ങേറ്റം കേണപേക്ഷിച്ചുകൊണ്ട് വെള്ളത്തിന് വേണ്ടി, സഹായത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ യുഗാസൂ ബിമാഇൻ, അവിടെ വെള്ളം കൊടുക്കുന്നുണ്ട്. കൽ മുഹൽ, ഉരുക്കിയ ലോഹം പോലെ കുടിക്കാൻ സാധ്യമല്ലാത്ത അത്യധികം ചൂടേറിയ വെള്ളമാണ് അവർക്ക് അവിടെ നൽകുന്നത്. യശ്വിൽ ഉജൂഹ്, മുഖങ്ങളെല്ലാം ആ വെള്ളത്തിൻ്റെ അടുപ്പേക്ക് വെക്കുമ്പോഴേക്ക് തന്നെ അങ്ങേയറ്റം ചുട്ടുകരിക്കപ്പെടുന്നതാണ്. ബിഇസ ശറാബ് വസാഅത്ത് മുർത്തഫഖ, കുടിക്കാൻ കിട്ടുന്ന പാനീയം വളരെ മോശമാണ്. വസാഅത്ത് മുർത്തഫഖ, അവർക്ക് വേണ്ടി വിശ്രമിക്കുവാൻ ഒരുക്കിയ താവളമോ അങ്ങേറ്റം ദുർഘടം നിറഞ്ഞതും ദുരന്തപൂർണമായിരിക്കും. ഇതാണ് പരലോകത്ത് ഈ നരകശിക്ഷ അനുഭവിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്നത്. ആളുകൾ അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന സന്ദർഭത്തിൽ അവർക്ക് വസ്ത്രവും നൽകുന്നുണ്ട്. പക്ഷേ കൊടുക്കുന്ന വസ്ത്രമോ അതും താറുപോലെയുള്ള ഒരു പ്രത്യേക സംവിധാനത്തിലുള്ള വസ്ത്രമാണ് നൽകുന്നത്. അതിന് തീ പിടിക്കുകയല്ലാതെ ഒരിക്കലും ആശ്വാസം നൽകുന്ന വസ്ത്രമല്ല അവിടെ ലഭിക്കുന്നത്. സറാബീലുഹും മിൻ ഖത്റാൻ വതഗ്ശാ ഉജൂഹഹുമുൻ നാർ, ഖത്റാൻ താറുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള വസ്ത്രമാണ് അവർക്ക് നൽകപ്പെടുന്നത്. ആ വസ്ത്രമാണെങ്കിലോ ഫല്ലദീന കഫറു ഖുത്തിഅത് ലഹും സിയാബും മിൻ നാർ, അതും നരകത്തിൽ നിന്നുണ്ടാക്കിയിട്ടുള്ളത് തന്നെയാണ്. നരകത്തിൻ്റെ തീ, നരകത്തിൻ്റെ ഭാഗമായിട്ടുള്ള വസ്ത്രം, നരകത്തിൻ്റെ ഭാഗമായി തീരുന്ന ഭക്ഷ്യപദാർത്ഥം, നരകത്തിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പാനീയങ്ങൾ എല്ലാം ശിക്ഷയുടെ വിവിധ രൂപങ്ങൾ അനുഭവിക്കുവാൻ മതിയായ രീതിയിലുള്ളതായിരിക്കും നരകമെന്ന് പറയുന്നത്. അത് അനുഭവിക്കുവാൻ മാത്രം വലിപ്പമുള്ള ശരീരം ആളുകൾക്ക് നൽകുന്നു. അതിനു വേണ്ടിയുള്ള ചർമ്മങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് നൽകപ്പെടുകയും ചെയ്യുന്നു. ഇതുപോലെ അവർക്ക് നൽകപ്പെടുന്ന മറ്റൊന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് സ്വദീദാണ്. ചലവും ചോരയും എല്ലാം ഒലിച്ചു ചേർന്ന് വന്നിട്ടുള്ള, ദുർഗന്ധം വമിക്കുന്ന, അടുപ്പിക്കുവാൻ പോലും സാധ്യമല്ലാത്ത ആ പാനീയം അവർ ചോദിക്കുമ്പോൾ അവർക്ക് കൊടുക്കപ്പെടുമെന്നാണ്. ഇങ്ങനെ ശിക്ഷയുടെ വൈവിധ്യമാർന്ന കടുത്ത ചൂടിൻ്റെയും പ്രയാസത്തിൻ്റെയും വിവിധ ഇനങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ള ഒരു ലോകമാണ് നരകം എന്ന് പറയുന്നത്. വിശാലമായൊരു സൃഷ്ടി, ആളുകളുടെ വിശ്വാസത്തിൻ്റെയും കർമ്മത്തിൻ്റെയും തോതനുസരിച്ച് ശിക്ഷ അനുഭവിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി വെച്ചിട്ടുള്ള വിശാലമായൊരു ലോകം. ആ ശിക്ഷയുടെ അനുഭവത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, എന്തായിരിക്കും സ്വർഗം, എന്തായിരിക്കും നരകമെന്ന് വളരെ ലളിതമായ ഒരു അനുഭവത്തിലൂടെ അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. ഈ ലോകത്ത് ജീവിച്ച ഒരു മനുഷ്യൻ ജീവിതത്തിൻ്റെ എല്ലാ സുഖൈശ്വര്യങ്ങളും അനുഭവിച്ച വ്യക്തിയാണ്. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, രാജകീയമായ ജീവിതത്തിലായിരുന്നു അയാളെന്ന്. അത്തരത്തിൽ എല്ലാ സുഖവും അനുഭവിച്ച ഒരു മനുഷ്യനെ പരലോകത്ത് കൊണ്ടുവരും. ഒരു നിമിഷ നേരം അല്ലെങ്കിൽ നിമിഷത്തേക്കാൾ കുറഞ്ഞ ഒരു സമയം അവനെ നരകത്തിലൊന്ന് മുക്കിയെടുക്കും. എന്നിട്ട് അവനോട് ചോദിക്കും, യബ്ന ആദം ഹൽ റഅയ്ത ഖൈറൻ ഖത്തു ഹൽ മർറ ബിക നഈമൻ ഖത്തു, ആദമിൻ്റെ പുത്ര, നിന്റെ ദുനിയാവിലെ ഈ ഭൗതിക ലോകത്തെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മ നീ കണ്ടിട്ടുണ്ടോ?
ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നിഅമത്ത്, ഒരു സൗകര്യം നീ അനുഭവിച്ചിട്ടുണ്ടോ? അപ്പോൾ അവൻ പറയും, ലാ വല്ലാഹി യാ റബ്ബി, റബ്ബേ ഇല്ല, ജീവിതത്തിൽ ഞാൻ ഒരു സുഖവും അനുഭവിച്ചിട്ടില്ല എന്ന് അള്ളാഹുവിനോടവൻ പറയും. ദുനിയാവിൽ ധാരാളം ഏറ്റവും മികച്ച സുഖം അനുഭവിച്ച വ്യക്തിയാണവൻ. ആരോഗ്യമായും സാമ്പത്തികമായും സൗകര്യങ്ങൾ കൊണ്ടും എല്ലാവിധ ആഹ്ലാദ ആനന്ദ ജീവിതം നയിച്ച വ്യക്തിയാണ്. പക്ഷേ നരകത്തിൻ്റെ ഒരു നിമിഷ നേരത്തെ അനുഭവത്തോടുകൂടെ അവൻ അനുഭവിച്ചതെല്ലാം അവന് നിസ്സാരമായി അനുഭവപ്പെടുകയാണ്. മറുഭാഗത്ത് സ്വർഗത്തിന് അർഹതയുള്ള, ദുനിയാവിൽ എല്ലാതരം പ്രയാസങ്ങളും പ്രതിസന്ധികളും പരീക്ഷണങ്ങളും അനുഭവിച്ച, ഏറ്റവും കടുത്ത ദുരന്തം അനുഭവിച്ച ഒരു വ്യക്തിയെ കൊണ്ടുവരും. ഫയുസ്ബഹു സബഗതം ഫിൽ ജന്ന, ഒരു നിമിഷ നേരം സ്വർഗത്തിൽ അവന് പ്രവേശിപ്പിക്കപ്പെടുന്നു. എന്നിട്ട് അവനോട് ചോദിക്കും, ആദമിൻ്റെ പുത്ര, ഭൗതിക ലോകത്തെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം നീ കണ്ടിരുന്നോ? ഹൽ മർറ ബിക ശിദ്ദത്തുൻ ഖത്തു, വല്ല കഷ്ടതയും നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ചിട്ടുണ്ടോ? അവൻ പറയും, ലാ വല്ലാഹി യാ റബ്ബി മാ മർറ ബി ബുസുൻ ഖത്തു വലാ റഅയ്തു ശിദ്ദത്തൻ ഖത്തു. അല്ലാഹുവേ, റബ്ബേ, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പ്രയാസവും കഴിഞ്ഞു പോയിട്ടില്ല, ഒരു കഷ്ടതയും ഒരു കാഠിന്യവും ഞാൻ കണ്ടിട്ടില്ല എന്നാ മനുഷ്യൻ പറയും. ഇതാണ് സ്വർഗവും നരകവും തമ്മിലുള്ള അന്തരം. ഒരു നിമിഷ നേരത്തെ സ്വർഗജീവിതം കൊണ്ട് ദുനിയാവിലെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും അവന് നിസ്സാരമായി തോന്നുകയാണ്. ഒരു നിമിഷ നേരത്തെ നരകജീവിതം ഈ ലോകത്തനുഭവിച്ച എല്ലാ സുഖൈശ്വര്യങ്ങളും സൗകര്യങ്ങളും നിസ്സാരമായി അവൻ അനുഭവപ്പെടുകയാണ്. ഇതാണ് സ്വർഗവും നരകവും തമ്മിലുള്ള അന്തരമെന്ന് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരുന്നു. എത്രയാണ് സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും അന്തരമെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതുണ്ട്. മറ്റൊരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും ലളിതമായ നരകശിക്ഷ അനുഭവിക്കുന്ന വ്യക്തിയോട് അള്ളാഹുവിൻ്റെ ഒരു ചോദ്യമുണ്ട്. ലൗ അന്ന ലക മാ ഫിൽ അർളി ജമീഅ, നിന്റെ അടുക്കൽ ഭൂമിയിലുള്ളതെല്ലാം നിന്റെ കൈവശമുണ്ടെങ്കിൽ, തഫ്തദി, ഈ നരകത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി നീ അത് സമർപ്പിക്കുമോ? അള്ളാഹുവേ, ഇതെല്ലാം ഞാൻ തരാം, എന്നെ നരകത്തിൽ നിന്നൊന്ന് മോചിപ്പിക്കുമോ എന്ന് നീ പറയുമോ എന്ന് റബ്ബ് ചോദിക്കുകയാണ്. ആ മനുഷ്യൻ പറയും, അതേ റബ്ബേ, എൻ്റെ അടുക്കൽ എന്തെല്ലാമുണ്ടോ, ദുനിയാവുണ്ട്, ആകാശലോകങ്ങളുണ്ട്, എന്തൊക്കെയുണ്ട്, എല്ലാം ഞാൻ തരാം, എന്നെ ഈ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമോ എന്ന് ആ മനുഷ്യൻ പറയും. അപ്പോൾ അള്ളാഹുവിൻ്റെ മറുപടി, അറത്തു മിൻക അഹ്വന മിൻ ഹാദാ അല്ലാ തുശ്രിക് ബി ശൈആ, ഇതിനേക്കാളും വളരെ ലളിതമായൊരു കാര്യമായിരുന്നില്ലേ നിന്നോട് ഞാൻ പറഞ്ഞത്? എന്നോട് ആരെയും നീ പങ്കു ചേർക്കരുത്. അള്ളാഹു മനുഷ്യരോട് ആവശ്യപ്പെട്ട പ്രഥമ കാര്യമെന്താണ്? ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുകയും ആ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുകയും അവനോട് ആരെയും പങ്കു ചേർക്കരുത് എന്നുള്ളതായിരുന്നു. ഇത്രയും ലളിതമായൊരു കാര്യമല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത്? ഫഅബൈത, എന്നിട്ട് നീ സമ്മതിച്ചോ? ഇല്ല, നീ അത് തിരസ്കരിക്കുകയല്ലേ ചെയ്തത്. അതുകൊണ്ട് നീ അനുഭവിക്കും, നീ അനുഭവിച്ചേ മതിയാവുകയുള്ളൂ എന്ന് റബ്ബിൻ്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനമാണ്. നമ്മൾ ആലോചിച്ചു നോക്കൂ, ഇത്രയും ലളിതമായൊരു കാര്യമാണ് അള്ളാഹു മനുഷ്യരോട് ആവശ്യപ്പെട്ടത്. എന്നിട്ടും റബ്ബിൻ്റെ ആ കൽപ്പന ധിക്കരിക്കുകയും അള്ളാഹുവിൻ്റെ നിർദ്ദേശം തീർത്തും തള്ളിക്കളയുകയും ചെയ്തുകൊണ്ട് റബ്ബിൻ്റെ സ്ഥാനത്തേക്ക് ഈ ലോകത്തുള്ള സൃഷ്ടികളെ, അത് നബിയാകാം, വലിയാകാം, മറ്റേതെങ്കിലും മതവിശ്വാസത്തിൻ്റെ പേരിൽ ആദരിക്കപ്പെടുന്ന വ്യക്തികളാകാം, ജീവനുള്ളതാകാം, ജീവനില്ലാത്തതാകാം, എല്ലാത്തരം സൃഷ്ടികളെയും മനുഷ്യർ ദൈവികമായ പദവി നൽകുന്നു, ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതാണ് മനുഷ്യർ ചെയ്ത ഏറ്റവും വലിയ കുറ്റം. അതുകൊണ്ട് തന്നെ പരലോകത്ത് വരുമ്പോൾ മനുഷ്യരെല്ലാം എന്തൊക്കെ റബ്ബിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് രക്ഷപ്പെടാൻ കഴിയുമോ അതിനുവേണ്ടി എല്ലാം ആളുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കും. അള്ളാഹു പറയുന്നു, യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിദിൻ ബിബനി വസാഹിബതിഹി വഅഖി
وفصيلته التي تؤوي ومن في الأرض جميعا ثم ينجي كلا إنها لظى نزاعة للشوى يود المجرم കുറ്റവാളികളായ ആളുകളെന്ന് ആഗ്രഹിക്കും. ഈ ദിനത്തിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ എൻ്റെ സന്താനങ്ങളെ ഞാൻ നൽകാം, എൻ്റെ സഹോദരനെ ഞാൻ നൽകാം, എൻ്റെ ഇണയെ നൽകാം, എൻ്റെ കുടുംബത്തെ ഞാൻ നൽകാം. ഒമൻ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും ഞാൻ സമർപ്പിക്കാം. സുമ്മ യുൻജി, എനിക്കൊന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്ന് അന്ന് മനുഷ്യൻ ആഗ്രഹിച്ചു പോകും. ആഗ്രഹങ്ങൾ മാത്രമാണ്, എല്ലാം വ്യാമോഹമാണ്. കല്ല, ഈ ആഗ്രഹങ്ങളൊന്നും ഇവിടെ പ്രാവർത്തികമല്ല, സ്വീകരിക്കപ്പെടുന്നതല്ല. ഇന്നഹാ ലളാ നസാഅതൻ ലിശവാ, സർവത്ര ചർമ്മങ്ങളും ഉരുക്കിക്കളയുന്ന അത്യധികം കഠിനമായ നരകമാണിത്. ഇവിടെ നിന്റെ ആഗ്രഹങ്ങളൊന്നും തന്നെ അംഗീകരിക്കപ്പെടുന്നതല്ല. ഇന്നല്ലദീന കഫറൂ ലൗ അന്ന ലഹും മാ ഫിൽ അർളി ജമീഅൻ വമിസ്ലഹു മഅഹു, ഭൂമിയിലുള്ളത് മുഴുവനും അതിൻ്റെ ഇരട്ടിയും മനുഷ്യരുടെ കയ്യിലുണ്ടായിരുന്നുവെങ്കിൽ, സത്യനിഷേധികളായ ആളുകൾ അന്നേ ദിനത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ എന്നിട്ട് സമർപ്പിക്കുകയാണെങ്കിൽ മാ തുഖബ്ബില മിൻഹും, സ്വീകരിക്കുകയില്ല. ഇതെല്ലാം ഒരാളെ കൈവശമുണ്ട്. എന്നിട്ട് പറയുന്നു, റബ്ബേ ഇതാ എല്ലാം നിനക്ക് നാം സമർപ്പിച്ചിരിക്കുന്നു, എന്നെ ഒന്ന് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമോ എന്ന് പറഞ്ഞാൽ അത് റബ്ബ് സ്വീകരിക്കില്ല. വലഹും അദാബുൻ അലീം, കടുത്ത വേദനയുള്ള കഠിനമായ ശിക്ഷയാണ് അവർക്കുള്ളത്. യുരീദൂന അൻ യഖ്റുജൂ മിനന്നാർ വമാ ഹും ബിഖാരിജീന മിൻഹാ വലഹും അദാബും മുഖീം, നരകത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു കടക്കണമെന്നവരാഗ്രഹിക്കുന്നു. വമാഹും ബിഖാരിജീന മിൻഹാ, ആ നരകത്തിൽ നിന്ന് ഒരിക്കലും അവർ പുറത്തു പോകുന്നവരല്ല. വലഹും അദാബും മുഖീം, അവർക്ക് ആ നരകത്തിൽ ലഭിക്കുന്ന ശിക്ഷ അത് ശാശ്വതമായിരിക്കും. സത്യനിഷേധികൾക്കും കപടവിശ്വാസികൾക്കും ആ ശിക്ഷയിൽ നിന്ന് മോചനമില്ല, നരകത്തിൽ നിന്ന് പുറത്തു പോകുന്ന പ്രശ്നവുമില്ല. നരകം അവസാനിക്കുമോ? നരകം അവസാനിക്കുന്നുമില്ല. അതാണ് ശാശ്വതമായ ശിക്ഷയാണ് അവർക്കുള്ളത്. വല്ലദീന കഫറൂ ലഹും നാറു ജഹന്നം, സത്യനിഷേധികൾക്ക് ജഹന്നമാകുന്ന നരകമാണുള്ളത്. ലാ യുഖ്ലാ അലൈഹിം ഫയമൂതു, മരണം അവർക്ക് വിധിക്കുന്നില്ല. അങ്ങനെ മരിച്ചു കിട്ടിയെങ്കിൽ എന്നവരാഗ്രഹിക്കുന്നു, പക്ഷെ മരണം സംഭവിക്കുന്നില്ല. അവർ പറയും നരകത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്ന മലക്കിനോട്, യാ മാലിക് ലിയഖ്ലി അലൈനാ റബ്ബുക്ക്, മാലിക്കേ നിന്റെ റബ്ബൊന്ന് ഞങ്ങൾക്ക് മരണം വിധിച്ചിരുന്നുവെങ്കിൽ അവസാനിക്കുമല്ലോ എന്നവരാഗ്രഹിക്കുകയാണ്. എന്നാൽ ഫയമൂതു, അവിടെ മരണമില്ല. വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ, നരകശിക്ഷയിൽക്ക് യാതൊരു തരത്തിലുള്ള ലഘൂകരണവും ലഭിക്കുന്നതല്ല. കദാലിക നജ്സി കുല്ല കഫൂർ, അങ്ങനെയാണ് സർവത്ര സത്യനിഷേധികൾക്കും നാം അവിടെ പ്രതിഫലം നൽകുന്നത്. വഹും യസ്തരിഖൂന ഫീഹാ, അവിടെ കടന്ന് നിലവിളിച്ച് അട്ടഹസിച്ചു കൊണ്ടിരിക്കുന്നു. റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹാ ഗൈറല്ലദീ കുന്നാ നഅമൽ, റബ്ബേ ഞങ്ങളെയൊന്ന് നരകത്തിൽ നിന്ന് മോചിപ്പിക്കണം, എന്നാൽ ഞങ്ങൾ നേരത്തെ ചെയ്തിരുന്നതല്ലാത്ത സൽപ്രവർത്തികൾ ഞങ്ങൾ ചെയ്യാം. അള്ളാഹുവിൻ്റെ മറുപടി, അമലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ ഫദൂഖൂ ഫമാ ലിദ്ദാലിമീന മിൻ നസീർ. ഉപദേശം സ്വീകരിക്കുവാൻ മതിയായ എത്രയുള്ള ആയുഷ്കാലം നിങ്ങൾക്ക് നാം നൽകിയിട്ടില്ലായിരുന്നുവോ? വജാഅകുമുൻ നദീർ, നരകത്തെക്കുറിച്ച് താക്കീത് നൽകുന്ന മുന്നറിയിപ്പുകാർ നിങ്ങളുടെ അടുക്കൽ വന്നിട്ടില്ലായിരുന്നുവോ? എല്ലാം അവഗണിച്ചു, പഠിച്ചില്ല, മനസ്സിലാക്കിയില്ല, അന്വേഷിച്ചില്ല, സത്യം സ്വീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ ഫദൂഖൂ, നിങ്ങൾ ആസ്വദിച്ചുകൊള്ളുക. ഫമാ ലിദ്ദാലിമീന മിൻ നസീർ, അക്രമികളെ സഹായിക്കുവാൻ ഇന്ന് ആരും തന്നെ ഉണ്ടാകില്ല. സംരക്ഷിക്കുവാനും രക്ഷപ്പെടുത്തുവാനും ആരും ഉണ്ടാകുന്നില്ല. നേതാക്കളില്ല, ദൈവങ്ങളില്ല, ആരാധ്യന്മാരില്ല, പ്രാർത്ഥനാമൂർത്തികളില്ല. ആരൊക്കെ സംരക്ഷിക്കും, രക്ഷപ്പെടുത്തുമെന്ന് ആഗ്രഹിച്ചിരുന്നുവോ ആരും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ, മോചനം നൽകുവാനില്ല. കുല്ലമാ ഖബത് സിദ്നാഹും സഈറ,
ആ നരകം കെട്ടണയുന്ന പ്രശ്നമില്ല, വീണ്ടും വീണ്ടും നാം അവിടെ അത് കത്തിജ്വലിപ്പിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് പടച്ചതമ്പുരാൻ താക്കീതായി പറയുന്നത്. ഇതാണ് നരകത്തിലെത്തുന്ന സത്യനിഷേധികളുടെയും കപടവിശ്വാസികളുടെയും അവസ്ഥ. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. നരകത്തിന് വിവിധ കവാടങ്ങളുണ്ട്. ഓരോ കവാടങ്ങളിലൂടെയും കടന്നു പോകേണ്ട ശിക്ഷക്കർഹരായ ആളുകളുണ്ട്. നേരത്തെ സൂചിപ്പിച്ചല്ലോ, ശിക്ഷ ലഭിക്കുന്ന എല്ലാവരും ഒരേ അളവിലല്ല, വ്യത്യസ്തമായ അളവിലും ഓരോരുത്തരുടെ കർമ്മങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അനുസരിച്ചു കൊണ്ടൊക്കെ വ്യത്യസ്തമായിരിക്കും. ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉം മഖ്സൂം. 7 കവാടങ്ങളിലൂടെയും കടന്നു പോകാൻ നിശ്ചയിക്കപ്പെട്ട ഓരോ വിഭാഗമുണ്ട്. ഓരോ വിഭാഗത്തിൻ്റെയും കർമ്മത്തിൻ്റെ അനുസരിച്ചു കൊണ്ടായിരിക്കും ശിക്ഷ അനുഭവിക്കുന്നത്. അതിലേറ്റവും കടുത്ത ശിക്ഷ അനുഭവിക്കുന്ന ഏറ്റവും അടിത്തട്ടിലുള്ള വിഭാഗം ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. മുനാഫിക്കുകളാണ് നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ളവർ. കാരണം എന്താണ് ഇസ്ലാമെന്ന് അറിഞ്ഞ് മുസ്ലിമായി അഭിനയിച്ച് ജീവിച്ചവരാണവർ. മനസ്സിൽ കാപട്യമുള്ള, സത്യനിഷേധമുള്ള, മുസ്ലിങ്ങളെ കൂടെ നടക്കുകയും നമസ്കരിക്കുകയും നോമ്പൊക്കെടുക്കുകയും ചെയ്ത് ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ പരമാവധി നേടിയെടുത്ത് അങ്ങനെ പടച്ചവനോട് പോലും പച്ചയായി വഞ്ചനയും കാപട്യവും കാണിച്ചുകൊണ്ട് ജീവിച്ചവരാണ്. അതുകൊണ്ട് തന്നെ മുനാഫിക്കുകൾക്കാണ് ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ ഏറ്റവും കടുത്ത ശിക്ഷ അനുഭവിക്കുന്ന വിഭാഗമാണവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ കൃത്യമായും തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. സൂചിപ്പിക്കുന്നത് നരകത്തിലെ വിവിധമായ ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ, അതിലേറ്റവും കടുത്ത ശിക്ഷ അനുഭവിക്കുന്നവർ മുനാഫിക്കുകളും സത്യനിഷേധികളുമാണ്. പാപികളായ സത്യവിശ്വാസികളായ ആളുകൾ, നരകത്തിലെത്തിയിട്ടുള്ള ആളുകൾ, അള്ളാഹു പാപം പുറത്തു കൊടുക്കാതിരിക്കുകയും എന്നിട്ട് നരകശിക്ഷക്ക് അള്ളാഹു വിധിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ, ആ ആളുകൾ അവരുടെ ശിക്ഷയുടെ കാലാവധി പൂർത്തിയാകുമ്പോൾ പ്രവാചകന്മാരുടെയും ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും മലക്കുകളുടെയും എല്ലാം ശുപാർശ അള്ളാഹുവിൻ്റെ പ്രത്യേക അനുമതി പ്രകാരം അവർക്ക് ലഭിക്കുകയും ആ ശുപാർശ ലഭിച്ചിട്ടുള്ള ആളുകൾ ആരാണെന്ന് അള്ളാഹു തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ അള്ളാഹു നിർദ്ദേശിക്കുന്ന ആളുകൾ അവർ മുഖേന നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അവസാനം അള്ളാഹുവിൻ്റെ വക അവസാനം ഒരു വിഭാഗം ആളുകളെ കൂടി നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. ഈ ആളുകളെയെല്ലാം മാ ഉൽ ഹയാത്ത്, ജീവജലം എന്ന് പറയുന്ന നദിയിൽ കൊണ്ടുപോയി ഇടുകയും അവർക്ക് നല്ല ശരീരം രൂപപ്പെട്ടു വരികയും അങ്ങനെ അവർ സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യും. അതോടുകൂടെ നരകത്തിൽ അണുത്തൂക്കം വിശ്വാസമുള്ള ആളുകൾ, അണുത്തൂക്കമെങ്കിലും ഈമാനുള്ള വ്യക്തി, സത്യവിശ്വാസമുള്ള വ്യക്തി ഉണ്ടെങ്കിൽ എന്തൊക്കെ തിന്മകൾ ചെയ്തവനാണെങ്കിലും അവൻ്റെ ശിക്ഷ കാലാവധി പൂർത്തീകരിക്കപ്പെട്ട ശേഷം അള്ളാഹു അവനെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കുകയും ആ ആൾ കൂടി സ്വർഗത്തിലെത്തുകയും ചെയ്യും. പിന്നീട് നരകത്തിൽ അവശേഷിക്കുന്നത് സത്യനിഷേധികളും കപടവിശ്വാസികളുമായ ആളുകൾ മാത്രമായിരിക്കും. ഇങ്ങനെയുള്ള ഒരു നരകശിക്ഷ, അവസാനിക്കാത്ത മരണമില്ലാത്ത ഒരു നരകശിക്ഷയായിരിക്കും പിന്നീട് ആ നരക ജീവിതത്തിൽ ഈ ആളുകൾക്ക് അനുഭവിക്കാനുണ്ടാവുക. ഒരു നിമിഷ നേരം പോലും നരകശിക്ഷ അനുഭവിക്കുവാൻ സാധ്യമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മിപ്പിച്ചു. നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം വ അന്ന അദാബി ഹുവൽ അദാബുൽ അലീം. പ്രവാചകരെ, എൻ്റെ ദാസന്മാരെ അറിയിക്കേണ്ട ഒരു സന്ദേശമുണ്ട്. അള്ളാഹുവിൻ്റെ പ്രഖ്യാപനമാണ്. ഞാൻ അങ്ങേയറ്റം പൊറുക്കുന്നവനും ഏറ്റവും കരുണയുള്ളവനുമാണ് ഞാൻ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് ഒരാൾ വിധേയനാകുന്നില്ല എന്ന് പറഞ്ഞാൽ കാരുണ്യം ലഭിക്കുവാൻ ഒരംശം പോലും നന്മ ആ മനുഷ്യൻ്റെ ജീവിതത്തിലില്ല എന്നാണ്. വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം. എൻ്റെ ശിക്ഷയാണെങ്കിലോ കടുത്ത ശിക്ഷയായിരിക്കും, കഠിന വേദനയുള്ള ശിക്ഷയായിരിക്കും എന്ന് ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുവാൻ, ഈ സന്ദേശം അറിയിക്കുവാൻ വേണ്ടി അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സന്ദേശം നൽകിയിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നാം ഓരോരുത്തരും നരകത്തിലെത്താതെ സ്വർഗത്തിലേക്ക് എത്തുവാൻ വേണ്ട കാര്യങ്ങൾ തിരഞ്ഞെടുക്കുകയും നമ്മുടെ വിശ്വാസം ആദ്യം ശുദ്ധീകരിക്കണം. കളങ്കമില്ലാത്ത ഏകദൈവ വിശ്വാസവും ഏകദൈവ ആരാധനയുമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. സൽക്കർമ്മങ്ങൾ കൊണ്ട് നന്മകൾ കൊണ്ട് നിറഞ്ഞ ഒരു ജീവിതമാണ് നമുക്കുണ്ടാകേണ്ടത്. മനുഷ്യ സഹജമായി തെറ്റുകൾ സംഭവിച്ചു പോകാം. പടച്ചവനോട് പശ്ചാത്തപിച്ച് മടങ്ങുവാൻ എപ്പോഴും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. മാത്രമല്ല, സത്യവിശ്വാസികളുടെ ഒരു പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുന്ന ഇബാദുർ റഹ്മാന്റെ പ്രാർത്ഥനയായി ഖുർആൻ പരിചയപ്പെടുത്തിയത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ. നാഥ ഇസ്രിഫ് അന്നാ അദാബ ജഹന്നം, നരകശിക്ഷ ഞങ്ങളിൽ നിന്ന് നീ തിരിച്ചു കളയണമേ. ആ നരകത്തിലേക്ക് പ്രവേശിക്കുന്നവരെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ആക്കരുതേ. കാരണം ഇന്ന അദാബഹാ കാന ഗറാമ, നരകശിക്ഷ താങ്ങാൻ കഴിയുന്നതല്ല. അതിപിടിപെട്ടു പോകുന്ന ആളുകളിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രയാസമാണ്. അവിടെ താമസിക്കാൻ കൊള്ളാവുന്ന ഇടമല്ല. അങ്ങേയറ്റം ദുരിതവും ദുരന്തവും നിറഞ്ഞ ഒരു ലോകമാണ്. അതുകൊണ്ട് നരകശിക്ഷയിൽ നിങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്നാണ്. മറ്റൊരിക്കൽ സത്യവിശ്വാസികളുടെ പ്രാർത്ഥനയായി നമുക്ക് പരിചയപ്പെടുത്തിയത് റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾക്ക് എല്ലാ നന്മയും നീ നൽകണമേ. പരലോകത്ത് ഞങ്ങൾക്ക് നീ നന്മ നൽകണം. വഖിനാ അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണമേ എന്നാണ്. പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് പരലോകത്ത് സ്വർഗം ലഭിക്കുവാനും നരകശിക്ഷ ലഭിക്കാതിരിക്കുവാനും അള്ളാഹുവിനോട് നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ളത് വിശുദ്ധ ഖുർആനിൻ്റെ ഈ സന്ദേശത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയും പടച്ചവനോട് നിരന്തരമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. ചെയ്യുന്ന ഇബാദത്തുകൾ ഒരുപാടുണ്ട്. അത് ഇഖ്ലാസോടെ ചെയ്യുവാനും അള്ളാഹു അത് സ്വീകരിക്കുവാനും അർഹമായ പ്രതിഫലം സമ്പൂർണ്ണമായി ലഭിക്കുന്ന കർമ്മമായി തീരാനും നമ്മൾ പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മനുഷ്യ സഹജമായി വന്നുപോകുന്ന തെറ്റുകളൊക്കെ പാപമോചനം ചെയ്തു തരാൻ വേണ്ടി അള്ളാഹുവിനോട് അതാത് ദിവസങ്ങളിൽ തന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നീട്ടിവെക്കേണ്ടതില്ല. റമദാനാകട്ടെ പ്രായമാകട്ടെ എന്നൊന്നും നാം കാത്തിരിക്കേണ്ടതില്ല. മരണം ഏതു സമയത്തും സംഭവിക്കാം. രാത്രി ഉറങ്ങുന്നു, രാവിലെ നാം കേൾക്കുന്നത് മരിച്ച വാർത്തകളാണ്. നമുക്കിടയിൽ നമ്മുടെ ഇടയിൽ ഓടി നടന്നിരുന്ന പല ആളുകളും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും നമുക്ക് നൽകിയ വാർത്ത എന്താണ്? നമ്മുടെ പരിസരങ്ങളിൽ ആക്സിഡൻറ്റുകളായി പല അപകടത്തിലും പെട്ടുകൊണ്ട് മരണപ്പെട്ടവരാണ്. ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് അവരുടെ ആത്മാവ് പിടിക്കപ്പെട്ട വാർത്തകളാണ് നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നീട്ടിവെക്കുകയല്ല. നമ്മളെടുത്ത് വരുന്ന വീഴ്ചകളും കുറ്റങ്ങളും സംഭവിച്ചു പോയാൽ ഒട്ടും താമസിയാതെ റബ്ബേ പൊറുക്കണേ എന്ന് പറയാൻ, അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിക്കുവാൻ, പരലോകത്തെ രക്ഷയെപ്പറ്റി ആലോചിക്കുവാൻ നമ്മുടെ മനസ്സുകൾ ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നാം പ്രാർത്ഥിക്കുക, നല്ലതുപോലെ പ്രവർത്തിക്കുക, നന്മയിൽ സജീവമായി പങ്കെടുക്കുകയും നമ്മൾക്ക് സാധ്യമാകുന്നത്ര നല്ലത് ചെയ്തുകൊണ്ട് ബാക്കി പടച്ചവൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല നന്മ നിറഞ്ഞ സൽപ്രവർത്തനങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായൊരു ജീവിതം നയിക്കുവാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽപ്പെട്ട, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട, നമ്മോടൊപ്പം കഴിയുന്ന എല്ലാ ആളുകളുടെയും ജീവിതം അള്ളാഹു പരലോകത്ത് സ്വർഗത്തിൻ്റെ അഹിലുകാര കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ അമലുകളും അള്ളാഹു സുബ്ഹാനഹു തആല സമ്പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുന്ന അമലു സ്വാലിഹായി സ്വീകരിക്കുമാറാകട്ടെ. ചെയ്തു പോയിട്ടുള്ള എത്ര വലിയ തെറ്റാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു തആല അവൻ ഗഫൂറാണ്, റഹീമാണ്. അതുകൊണ്ട് നാഥ, നീ ഞങ്ങളോട് പൊറുക്കുകയും ഞങ്ങളോട് നീ കാരുണ്യം ചെയ്യുകയും ചെയ്യണമേ. നമ്മിൽപ്പെട്ട ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെ ഖബർ ജീവിതം നീ സ്വർഗത്തോപ്പായി അനുഗ്രഹിച്ചു കൊടുക്കണമേ. അള്ളാഹു നമ്മയും നമ്മളോടൊപ്പം കഴിഞ്ഞിരുന്ന ആളുകളെയും മരണപ്പെട്ടു പോയവരെയും എല്ലാം പരലോകത്ത് വരുമ്പോൾ വലതു കൈയിൽ ഗ്രന്ഥം ലഭിച്ച് സ്വർഗത്തിലേക്ക് മാത്രം പോകുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.